ഹായ് എവരിവൺ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അനേകം വസ്തുക്കളെ പറ്റി നമുക്ക് അറിയണം എന്ന് തോന്നിയിട്ടില്ലേ? ആ ഉദ്ദേശത്തോടു കൂടിയാണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന സെഷൻ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് നാനോ മെറ്റീരിയൽസിനെ പറ്റിയാണ്. സോ വാട്ട് ആർ നാനോ മെറ്റീരിയൽസ്? എന്താണ് നാനോ മെറ്റീരിയൽസ്? ഡ്വാർഫ്, കുറിയത് അല്ലെങ്കിൽ വളരെ ചെറിയത് എന്നാണ് നാനോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. മനുഷ്യ ശരീരത്തിലെ തലമുടി നാരിന്റെ അതായത് ഹ്യൂമൻ ഹെയറിന്റെ ഡയമെൻഷൻ ഡയമീറ്ററിന്റെ 1,00,000 അത്രയും വളരെ ചെറിയ അളവിനെയാണ് നമ്മൾ നാനോമീറ്റർ എന്ന് പറയുന്നത്. കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ വൈറസുകളെ പറ്റിയും ആന്റിബോഡികളെ പറ്റിയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വൈറസുകളുടെയും ആന്റിബോഡികളുടെ ഒക്കെ സൈസ് എന്ന് പറയുന്നത് നാനോമീറ്റർ റേഞ്ചിലാണ്. നാനോമീറ്റർ റേഞ്ചിൽ സൈസ് ഉള്ള പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനൊക്കെയാണ് നമ്മൾ നാനോ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. വാട്ടർ റിപ്പല്ലന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മുതൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരെ ഇന്ന് നാനോ മെറ്റീരിയൽസ് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം ഉപയോഗങ്ങളുള്ള ഈ നാനോ മെറ്റീരിയൽസിനെ വികസിപ്പിച്ചെടുക്കാൻ ഗവേഷകർക്ക് പ്രചോദനം നൽകുന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ്. നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് അനേകം നാനോ സ്ട്രക്ചേഴ്സിന്റെ ഒരു വലിയ കലവറയാണ്. അപ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ കക്ക അല്ലെങ്കിൽ കല്ലുമേക്കായ ഇവയുടെയൊക്കെ തോട് പൊളിക്കാൻ വളരെ പ്രയാസമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കക്കയുടെ അല്ലെങ്കിൽ കല്ലുമേക്കായ പോലുള്ള ജീവികളിലൊക്കെ തോടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. കാൽഷ്യം കാർബണേറ്റിന്റെ നാനോമീറ്റർ സൈസിലുള്ള ഡിഫറെന്റ് പ്ലേറ്റ്സ് നാനോമീറ്റർ സൈസിലുള്ള പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പം ഈ സ്ട്രക്ചർ കൊണ്ടാണ് കാൽഷ്യം കാർബണേറ്റ് ഇങ്ങനെ നാനോ സ്ട്രക്ചറിൽ അടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവയുടെ തോടുകളെ നമുക്ക് പൊട്ടിക്കാൻ വളരെ പ്രയാസമാകുന്നത്. അതേപോലെ തന്നെ ഈച്ചകളുടെ ഒക്കെ കണ്ണിൽ നിന്ന് ഡിഫറെന്റ് കളേഴ്സ്, വിവിധങ്ങളായ കളറുകൾ റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ റിഫ്ലക്ഷന് കാരണം അല്ലെങ്കിൽ ഒത്തിരി ഡിഫറെന്റ് കളേഴ്സ് ഉള്ള വൈബ്രന്റ് കളേഴ്സ് ഉള്ള ചിത്രശലഭങ്ങളെ ബട്ടർഫ്ലൈസിനെയും അതേപോലെ പീകോക്ക് മയിലുകളൊക്കെ നമ്മൾ ഫെദേഴ്സ് ഉള്ള മയിലുകളെ കാണുന്നത്. അപ്പം ഈ ഡിഫറെന്റ് കളേഴ്സ് അല്ലെങ്കിൽ വൈബ്രന്റ് കളേഴ്സിന് കാരണം അവരുടെ നാനോ സ്ട്രക്ചർ ആണ്. നാനോ സ്ട്രക്ചർ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് കിട്ടുന്നത്. ഇനി മറ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന താമരയില. ഈ താമരയിലയിലേക്ക് ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ആ താമരയില നനയ്ക്കത്തില്ല, പക്ഷെ വെള്ളത്തുള്ളി ഇങ്ങനെ റോൾ ഓഫ് ചെയ്യുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചേമ്പിന്റെ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളി തുള്ളിയായിട്ട് കടന്ന് അതിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റോസ് പെറ്റൽസ്, റോസാപ്പൂവിന്റെ ഒക്കെ ഇതളുകൾ, റോസാപ്പൂവിന്റെ ഇതളുകളിൽ ഇതേപോലെ തന്നെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്നത് താമര ഇലയുടെയും റോസ് ഇതളിന്റെ ഒക്കെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഈ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വെള്ളത്തിന് ഇങ്ങനെ നനഞ്ഞിറങ്ങാൻ സാധിക്കുന്നില്ല. ആ വെള്ളം അതിന് മുകളിൽ കൂടെ റോൾ ഓഫ് ചെയ്തു പോകും. അപ്പം ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വാട്ടർ റിപ്പല്ലന്റ് ആയിട്ടുള്ള പെയിന്റ്സ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പെയിന്റുകൾ, ഡ്രസ്സുകൾ, പ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയിൽ നമ്മൾ അനേകം ഒട്ടനവധി ഉപയോഗമുണ്ട് ഈ നാനോ സ്ട്രക്ചേർഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിന്. ഇനി എന്താണ് ഈ നാനോ മെറ്റീരിയൽസിനെ ബൾക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസ് എന്നൊക്കെ ഡിഫറെന്റ് ആക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത്? അപ്പൊ അതിന് രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് സർഫസ് ഏരിയയുടെ ഇൻക്രീസ് ആണ്, റിലേറ്റീവ് സർഫസ് ഏരിയയുടെ ഇൻക്രീസ്. അപ്പം ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 മീറ്റർ നീളവും വീതി ഉയരമുള്ള ഒരു ക്യൂബ് നിങ്ങൾ എടുക്കുന്നു. ആ ക്യൂബിന്റെ 6 മുഖങ്ങൾ, 6 ഫേസസ് ആണ് പുറമായിട്ട് സറൗണ്ടിങ്സ് ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇനി ആ ക്യൂബിനെ നമ്മൾ ചെറുതായിട്ട് മുറിക്കുന്നു കരുതുക. അപ്പൊ നമ്മൾ മുറിക്കും തോറും ഇതിന്റെ പുറത്ത് സറൗണ്ടിങ്സുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. ഇനി ഇതിനെ ഒരു മോളിക്കുലർ ലെവലിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മോളിക്യൂൾസിന്റെ സൈസ് കുറയും തോറും പുറമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന പാർട്ടിക്കിൾസ്, ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഒക്കെ എണ്ണം കൂടും. അങ്ങനെ എണ്ണം കൂടുമ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റി കൂടും. ഇതാണ് ഒരു കാരണം. അടുത്ത കാരണം എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറയും. സ്വർണം, ഗോൾഡിന്റെ നിറം മഞ്ഞയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേസമയം നാനോ ഗോൾഡ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്നത് 6 നാനോമീറ്റർ സൈസുള്ള നാനോ ഗോൾഡ് ആണ്. ഇതൊരു റെഡ് കളറാണ് വരുന്നത്. ഇനി സൈസ് കുറയും തോറും അവരുടെ കളറും കുറയും. 2 നാനോമീറ്റർ സൈസ് എത്തുമ്പോഴത്തേക്കും ഒരു ബ്ലൂ കളർ, നീല കളറിലുള്ള നാനോ ഗോൾഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ
മോളിക്കുലർ ലെവലിലുള്ള എനർജി ഗ്യാപ്പ് കൂടുന്നത് കൊണ്ടാണ് ഡിഫറെന്റ് കളേഴ്സ് കിട്ടുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഈ നാനോ മെറ്റീരിയലിനെ ബൾക്ക് മെറ്റീരിയലിനകത്ത് നിന്നും ഡിഫറെന്റ് ആക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നാനോ മെറ്റീരിയൽസിനെ പറ്റി ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ ഒരു ചെറിയ ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.